ഇതാ വീണ്ടും ഒരു കണ്ണും പൂട്ടി വാങ്ങാവുന്ന ഒരു ഫോൺ. നമുക്ക് ഒരു നല്ല വാല്യൂ ഫോർ മണി ഫോണൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ആ കൂട്ടത്തിൽപ്പെട്ടൊരു ഫോൺ തന്നെയാണ്. നമുക്കൊരു നല്ല കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ സമയങ്ങളിൽ നമ്മൾ അൺബോക്സ് ചെയ്ത പല ഫോണുകളും ഒക്കെ ഇതുപോലെ തന്നെ നല്ല വാല്യൂ ഫോർ മണി ഫോണുകളായിരുന്നു. ഇപ്പോൾ ദാ ഈ കയ്യിലിരിക്കുന്ന OPPO K13 5G എന്ന് പറയുന്ന ഫോണും ഒരു നല്ല ഓൾറൗണ്ടർ വാല്യൂ ഫോർ മണി ഫോണാണ്. ഓപ്പോയുടെ ഫോൺ എന്താണ് ചേട്ടാ ഇങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീരീസ് K സീരീസ് വന്നിട്ട് അങ്ങനെയുള്ള ഫോണാണ്. സോ ഓപ്പോയുടെ ഫോൺ എടുക്കണം എന്ന് വിചാരിച്ച് വാല്യൂ ഫോർ മണിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്നും നോക്കാനില്ല, കണ്ണും പൂട്ടി എടുക്കാവുന്ന ഐറ്റമാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നുള്ള കാര്യം വ്യക്തമായിട്ട് തന്നെ പറഞ്ഞുതരാം. ഒന്ന് മനസ്സിലാക്കിയിരുന്നുള്ളൂ. ഓപ്പോ ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാമല്ലോ. സോ അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് OPPO K13 5G എന്ന് പറയുന്ന ഫോണിൻ്റെ ബോക്സ്. ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ തന്നെ ഓപ്പോ എന്ന് എഴുതിയ മറ്റൊരു ബോക്സ്, അതിൽ കേസ് ഡോക്യുമെൻറ്റേഷനൊക്കെയാണ് ഇരിക്കുന്നത്. കേസ് നല്ല ക്വാളിറ്റിയാണ്, അതൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്നതാണ് ഫോണിൻ്റെ ഒരു ഡിസൈൻ. ഓക്കെ, ഒരു ഡീസൻറ്റ് ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പോ ഈ ഒരു ഫോണിന് കുറേ ഡയമണ്ട് കട്ട് ഡിസൈനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. എന്തായാലും അതിലേക്ക് വരാം. അതിന് മുമ്പ് ബോക്സിൽ 80 വാട്ടിന് ഒരു ചാർജർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചാർജിങ് കേബിൾ, സിം ടൂൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബോക്സിനകത്ത് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ. ബോക്സ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഫോണിലേക്ക് വരാം. സോ OPPO K13 5G ഈ ഒരു ഫോണിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ വില അനുസരിച്ചുകൊണ്ട് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ പെർഫോമൻസ് തന്നെ ആദ്യം പറയണം. കാരണം ഓപ്പോയുടെ ഫോണുകളിൽ നല്ല പ്രോസസർ ഉണ്ടാകുമോ എന്നുള്ളൊരു ആകാംക്ഷയായിരിക്കും എല്ലാവർക്കും അറിയാനുണ്ടാവുക. ഇതിലുള്ളത് Snapdragon 6 Gen 4 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. ഇതിൻ്റെ വില വരുന്നത് ഏകദേശം 16,000 രൂപ. ഓഫർ നിങ്ങൾക്ക് 16,990 വാങ്ങിക്കാൻ പറ്റും. ആ പ്രൈസിന് ആ പ്രോസസർ വന്നിട്ട് അടിപൊളി പ്രോസസറാണ്, അതിന് മോശം പറയാൻ പറ്റില്ല. സോ നല്ല പ്രോസസ്സറുള്ള നല്ല പെർഫോമൻസ് ഉള്ള ഒരു ഓപ്പോ ഫോണാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. പെർഫോമൻസ് ഒന്നും യാതൊരു ഇഷ്യൂ ഇല്ല. നൈസായിട്ടുള്ള സ്മൂത്തായ മൂവ്മെൻറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം, യാതൊരു ഇഷ്യൂസും ഇല്ല. 790K ആൻഡ്രോയിഡ് സ്കോറും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. LPDDR4X റാമും UFS 3.1 സ്റ്റോറേജും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെർഫോമൻസിൽ വേറെ യാതൊരു ഇഷ്യൂ ഇല്ല, സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ. 8GB റാം 128GB സ്റ്റോറേജ്, 8GB റാം 256GB സ്റ്റോറേജ്, രണ്ട് വേരിയന്റുകളാണ് വരുന്നത്. ബ്ലൂടൂത്ത് 5.2 വരുന്നുണ്ട്, IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന എല്ലാ സെറ്റപ്പുകളും കൊടുത്തിട്ടുണ്ട്. ഗെയിമിംഗ് ഇതിൽ ഗെയിം ബൂസ്റ്റ് പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ BGM പോലുള്ള ഗെയിമുകൾ കളിക്കാം. അങ്ങനെ കളിക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് വരുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ അതിൻ്റെ പെർഫോമൻസ് മോഡിലേക്ക് ഇടാനോ ഒക്കെ സാധിക്കും. ഒരുപാട് ഫീച്ചേഴ്സ്, ഗെയിമിംഗ് ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കണം. നമുക്ക് നേരെ ഗെയിമിലേക്ക് വരാം. BGM ഇതാ ഈ കാണുന്ന സ്മൂത്ത് എക്സ്ട്രീമിൽ, കൂടുതലൊന്നുമില്ല, സ്മൂത്ത് എക്സ്ട്രീമിൽ നിങ്ങൾക്ക് കളിക്കാൻ സാധിക്കും. ഇതാ ഈ കാണുന്ന പോലെ ഞാനിവിടെ കളിച്ച് കാണിക്കുന്നുണ്ട്. നൈസായിട്ട് കളിക്കാം, വലിയ വിഷയമൊന്നുമില്ല. സോ അപ്പോൾ BGM കളിക്കാനും ഒക്കെ നിങ്ങൾക്ക് ഈ OPPO K13 5G എന്ന ഫോണിനെ ഉപയോഗിക്കാം. ഗെയിമിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അറിയണം. പെർഫോമൻസ് മാത്രം ഉണ്ടായാൽ പോരാ, നല്ല ബാറ്ററിയും അതേപോലെ ഹീറ്റ് ആവാത്ത അവസ്ഥയൊക്കെ വേണം. ഹീറ്റ് ആവുന്നില്ല, കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഹീറ്റിൻ്റെ പ്രശ്നം വരുന്നില്ല. ബാറ്ററിയും ടോപ്പ് ലെവലാണ്. 7000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട് ഈ ഫോണിൽ. അതിൻ്റെ ഒപ്പം തന്നെ അത് ചാർജ് ചെയ്യാൻ 80 വാട്ടിൻ്റെ ചാർജറും കൊടുത്തിട്ടുണ്ട്. സോ ചാർജിങ്ങും ബാറ്ററിയും ഈ ഫോണിനെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. ഈ 7000 mAh ഗ്രാഫൈറ്റ് ബാറ്ററി എന്ന് പറയുന്ന സംഭവം നമുക്കൊരു 5 വർഷത്തേക്ക് ബാറ്ററി സൈക്കിൾ തരുമെന്നാണ് പറയുന്നത്. എന്തായാലും അത് അവർ പറയുന്നതാണ്, നമുക്കറിയില്ല ഇത് എങ്ങനെ വരുന്നുള്ള കാര്യം ഉപയോഗിച്ച് നോക്കിയാൽ തന്നെ അറിയുള്ളൂ. എന്തായാലും നല്ല ബാറ്ററി കപ്പാസിറ്റി ഉള്ളൊരു ഫോണാണ്, ചാർജിങ് കപ്പാസിറ്റി ഉള്ളൊരു ഫോണാണ്, കൂളിംഗ് സിസ്റ്റം അടക്കം വരുന്നു. സോ മൊത്തത്തിൽ പെർഫോമൻസ് ബാറ്ററി അടക്കം നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. ഗെയിമൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പരിഗണിക്കാം OPPO K13. സോ പെർഫോമൻസും അതേപോലെ തന്നെ നമ്മൾ ബാറ്ററിയും പറഞ്ഞു. ഇനി ഇതിൻ്റെ അടുത്തൊരു നല്ല ഭാഗം എന്ന് പറയുന്നത് ഡിസ്പ്ലേ ആണ്. ഒരു നല്ല ക്വാളിറ്റി ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. ഗെയിം കളിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ വേണമല്ലോ. 6.67 ഇഞ്ച് വരുന്ന 120 Hz ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്. ബെസിൽസ് ഒന്നും വല്ലാത്ത തിക്നെസ് ഒന്നുമില്ല, ഒരു ഡീസൻറ്റ് ലെവലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ബ്രൈറ്റ്നസ് ഒക്കെ 1200 nits ആണ് വരുന്നത്. അതിലൊന്നും വേറെ വിഷയങ്ങളില്ല. ഔട്ട്ഡോർ വിസിബിലിറ്റിക്ക് ഒന്നും പ്രശ്നമില്ല. ഞാൻ ഡയറക്റ്റ് സൺലൈറ്റിൽ കൊണ്ടുപോയി ഫോട്ടോ ക്യാമറ സാമ്പിൾ എടുക്കാൻ പോയപ്പോൾ അതിൻ്റെതായ ഉപയോഗങ്ങളൊക്കെ നടത്തി നോക്കി. ഡിസ്പ്ലേക്കൊന്നും വിഷയങ്ങളില്ല. 8.45 mm ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. സോ ഓവർ തിക്നെസ് ഒന്നുമില്ല. 7000 mAh ബാറ്ററി ഉണ്ടെങ്കിലും സ്ലിം ആയ ഫോണാണ്. വെയിറ്റ് മാത്രം 208 ഗ്രാം വരുന്നുണ്ട്. ലേശം കൂടുതലാണ്, പക്ഷെ അതൊന്നും കയ്യിൽ ഫീൽ ചെയ്യുന്നില്ല. നല്ല വെൽ ബാലൻസ്ഡ് ആയ രീതിയിൽ വെയിറ്റ് കൊടുത്തിരിക്കുന്നൊന്നും വേണം. അതായത് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓക്കെയാണ്. അതുകൊണ്ട് തന്നെ ഓവർ വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ അവരുടെ ഡോക്യുമെന്റിൽ 208 ഗ്രാം വെയിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാലും കംഫർട്ടബിളായി ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന നല്ല ഡിസൈനാണ്. പിന്നെ ഇതിൽ IP65 വാട്ടർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗ്ലൗ മോഡ്, അതേപോലെ വെറ്റ് ടച്ച് ടെക്നോളജി, അതായത് ഈ വാട്ടർ കയ്യിലൊക്കെ വെള്ളമായിട്ട് നമ്മളിങ്ങനെ തൊട്ടാലും കൃത്യമായിട്ട് ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നത് ഇവിടെ കാണാം. ഞാൻ വെള്ളമുള്ള ഡിസ്പ്ലേയിൽ ടച്ച് ചെയ്യുന്നുണ്ട്, അപ്പോഴും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നത് കാണാം. അതായത് സ്പ്ലാഷ് ടച്ച് ഫീച്ചറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ നനഞ്ഞ കൈ കൊണ്ട് തൊടുമ്പോഴും ഇതൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ അപ്പോൾ അതൊക്കെ അടക്കം ഡിസ്പ്ലേ വന്നിട്ട് ഡീസൻറ്റ് ക്വാളിറ്റിയാണ്. നമ്മൾ വീഡിയോസൊക്കെ പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയുണ്ട് ഡിസ്പ്ലേ എന്നുള്ള കാര്യം. കെർവ്ഡ് അല്ല, ഫ്ലാറ്റ് ആണ്, പക്ഷേ ഉള്ള ഡിസ്പ്ലേ ക്വാളിറ്റി വൈസ് ഡീസൻ്റ് ആണ്. പിന്നെ OPPO K13 എന്ന ഫോണിൽ നമുക്ക് ഗെയിമിംഗ് ആൻറ്റിനാസ് ഒക്കെയാണ് വരുന്നത്. അതായത് ഗെയിം കളിക്കുമ്പോഴും നമുക്ക് നെറ്റ്വർക്കിന് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരില്ല എന്നാണ് പറയുന്നത്. ലിങ്ക് ബൂസ്റ്റ് 2.0 വരുന്നുണ്ട്. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സിഗ്നൽ നെറ്റ്വർക്ക് റിസപ്ഷൻ നമുക്ക് തരുന്ന ഒരു സംവിധാനമാണ്. സോ അപ്പോൾ നെറ്റ്വർക്ക് പരമായിട്ടുള്ള പ്രശ്നങ്ങളും ഈ ഫോണിൽ വരില്ല. 5G ഫോണാണ്. സോ നെറ്റ്വർക്കിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. ഇനി OPPO ഫോണാണ്, അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. അതൊരു ക്യാമറയും കൊടുത്തിട്ടുണ്ടാവും നമുക്കറിയാം. ഞാൻ കുറച്ച് ക്യാമറ സാമ്പിൾസ് എടുത്തിട്ടുണ്ട്, ഞാനത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണാം ക്യാമറ സാമ്പിൾസ്.
50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അതിൻ്റെ സാമ്പിളുകളാണ് ഈ കാണുന്നത്. 16 മെഗാ പിക്സലിൻ്റെ സോണി സെൻസറാണ് സെൽഫി ക്യാമറ വരുന്നത്. അതിൻ്റെ സാമ്പിളുകൾ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ക്യാമറ സാമ്പിൾസ് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ലാൻഡ്സ്കേപ്പ്, ഹ്യൂമൻ സബ്ജക്റ്റ്, എല്ലാ കാര്യങ്ങളും ഡേ ലൈറ്റ്, ആർട്ടിഫിഷ്യൽ ലൈറ്റ് എല്ലാം ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ കണ്ടിട്ട് എന്ത് തോന്നിയുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. മെയിൻ ക്യാമറ വീഡിയോ സാമ്പിൾ 4K ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ സാമ്പിളാണ് ഈ കാണുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത 4K വീഡിയോ ഒക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ സെൽഫി ക്യാമറയിൽ നമുക്ക് വീഡിയോ 4K ഇല്ല, ഫുൾ HD ആണ്. അതിൻ്റെ ഒരു ക്വാളിറ്റി ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ അത്യാവശ്യം തിരക്കേടില്ലാത്ത വീഡിയോ ക്വാളിറ്റി നമുക്ക് ഈ ഫോൺ തരുന്നുണ്ട്. ആ ഒരു പ്രൈസിന് പറ്റിയ തരത്തിലുള്ള സെറ്റപ്പ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്കിത് മതിയോ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. സോ അപ്പോൾ ക്യാമറ ക്വാളിറ്റിയെ കുറിച്ച് ഉള്ള ഐഡിയ കിട്ടിയല്ലോ. ഇനി അതിൻ്റെ ഒപ്പം തന്നെ കുറേ AI ഫീച്ചേഴ്സ്, പതിവായിട്ട് ഇപ്പോൾ എല്ലാ ഫോണിലും വരുന്ന AI ഫീച്ചേഴ്സ് ഇതിലും ഉണ്ട്. അതായത് AI ഇറേസർ, നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ ഇതായി കാണുന്ന പോലെ ഈസി ആയിട്ട് ഇറേസ് ചെയ്ത് കളയാം. പിന്നെ AI എൻഹാൻസ് ക്ലാരിറ്റി, ഓൾറെഡി ക്ലാരിറ്റി കുറവുള്ള ഫോട്ടോ ആണെങ്കിൽ ഈ എൻഹാൻസ് ക്ലാരിറ്റി കൊടുത്താൽ ഇങ്ങനെ ക്ലാരിറ്റി കൂടി വരുമെന്നാണ് പറയുന്നത്. പിന്നെ AI അൺബ്ലർ, അതായത് ഇത്തിരി ബ്ലറൊക്കെ ആയ ഫോട്ടോസൊക്കെ ആണെങ്കിൽ AI അൺബ്ലർ കൊടുത്താൽ അതിൻ്റെ ബ്ലറസൊക്കെ മാറി ഒന്ന് ക്ലാരിറ്റി കൂടി കിട്ടുമെന്നുള്ളതാണ് അതിൻ്റെ ബെനിഫിറ്റ്. പിന്നെ AI റിഫ്ലക്ഷൻ റിമൂവർ, ഇപ്പോൾ ഞാൻ തിയേറ്ററിൽ ഇരുന്നെടുത്തൊരു സെൽഫിയാണ്, അതിൻ്റെ മുകളിൽ ഒരു റിഫ്ലക്ഷൻ നിങ്ങൾക്ക് കാണാം. റിഫ്ലക്ഷൻ്റെ അത് ലേറ്റ് പോകുന്നതാണ്, പക്ഷേങ്കിലും അത് റിഫ്ലക്ഷനായിട്ട് കരുതി ഇത് റിമൂവ് ചെയ്യുന്നുണ്ട്. സോ റിഫ്ലക്ഷനൊക്കെ ഫോട്ടോയിൽ അൺവാണ്ടഡായിട്ട് വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കാം. സോ അങ്ങനെ കുറേയധികം AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട്. പതിവായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്നർത്ഥം. ColorOS 15 ആണ്, Android 15 ബേസ്ഡ് ആണ്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. സോ ലോങ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് പറഞ്ഞു വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ക്യാമറയുടെ ഭാഗത്തുനിന്ന് ഫോട്ടോസിൻ്റെ ഭാഗത്തുനിന്നുള്ള AI ഫീച്ചേഴ്സാണ്. അത് കൂടാതെ മറ്റേ സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. അതായത് നോർമൽ ആയിട്ടുള്ള റൈറ്റിംഗ് ടൂൾ, AI റൈറ്റർ, അതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് റൈറ്റിങ്ങിന് ഷോർട്ടാക്കാനും പലതരത്തിലൊക്കെ സൗകര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതൊക്കെ AI റൈറ്റിംഗ് ടൂൾസാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യിക്കാൻ പറ്റും. പിന്നെ AI സ്ക്രീൻ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അതായത് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ ഈ പാനൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓൾ കൊടുത്താൽ ഇവിടെ സ്ക്രീൻ ട്രാൻസ്ലേറ്റർ ഓപ്ഷൻ ഉണ്ട്. അത് വെച്ച് സ്ക്രീനിൽ എന്ത് കാണുന്നോ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും പല ഭാഷകളിലേക്ക്. പിന്നെ സർക്കിൾ ടു സെർച്ച് പതിവ് പോലെ തന്നെ അത് ഇവിടെയും വരുന്നുണ്ട്. ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ സർക്കിൾ ടു സെർച്ച് വരും. നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗാന്ധിജിയെ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്, ആരാണിത് എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇമാതിരിയുള്ള AI ഫീച്ചേഴ്സൊക്കെ ഇപ്പോൾ എല്ലാ ഫോണുകളിലും പതിവായിട്ടുണ്ട്, അത് ഇതിലും ഉണ്ട്. സോ ടോട്ടലി ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഈ ഫോണിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് തന്നെയാണ് 16,999, 8GB RAM, 128GB സ്റ്റോറേജിന്. അത് ഓഫർ അടക്കമാണ്, അതിനോട് ഓഫർ അടക്കമാണ്. അല്ലെങ്കിൽ 17,999. 256GB സ്റ്റോറേജ് ആണെങ്കിൽ 19,999 ആണ്. അതിനോട് ഓഫർ അവിടെ ഉണ്ടാവും. അപ്പോൾ 18,999 കിട്ടും. സോ രണ്ടായാലും ഈ ഒരു പ്രോസസ്സറും ഈ ക്യാമറയും സെറ്റപ്പും കാര്യങ്ങളെല്ലാം കൂടി കണ്ടിട്ട് 16,999 കണ്ണും പൂട്ടി എടുക്കാവുന്ന OPPO ഫോണാണ്. OPPO ഫോണുകൾ ഇഷ്ടമാണെങ്കിൽ, അതിൻ്റെ UIയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനേക്കാൾ വാല്യൂ ഫോർ മണി ഒരു OPPO ഫോൺ തൽക്കാലം ഈ വിലയ്ക്ക് കിട്ടൂല. ഇതേ ഉള്ളൂ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇതാണ്. സോ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാൻ ചെക്ക് ചെയ്തോളൂ. ഞാൻ പറഞ്ഞ് ശരിയാണോ എന്നുള്ള കാര്യം ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യൂ. എല്ലാവരും കമൻറ്റ് കൂടി നോക്കൂ, എന്നിട്ട് ചൂസ് ചെയ്താൽ മതി. സോ അപ്പോൾ അത്രയുമാണ് OPPO K13 5G എന്ന ഫോണിൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ. സംഗതി കൊള്ളാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വീണ്ടും മറ്റു വീഡിയോയിൽ കാണാം.